KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച CPM നേതാവ് PK ശശി പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. ശശിയുടെ നീക്കങ്ങളുടെ സാധ്യതാ യോഗം ചർച്ച ചെയ്യും. പാർട്ടി നൽകിയ സ്ഥാനം പാർട്ടിയുടെ അനുമതിയില്ലാതെ രാജിവെച്ചത് ശരിയല്ലെന്ന നിലപാടാണ് ജില്ലാ കമ്മിറ്റിക്കുള്ളത്. സ്ഥിരമായി പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇക്കാര്യങ്ങളിൽ ശശിയോട് വിശദീകരണം തേടാൻ തീരുമാനമുണ്ടാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏരിയ സെക്രട്ടറിയുടെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന്. വ്യക്തിപരമായി രാജിവെക്കാൻ പാടില്ല. പാർട്ടി ഒരു സ്ഥാനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് കൂടി ആലോചിച്ചിട്ടാണ് രാജിവെക്കേണ്ടത്. അല്ല വ്യക്തിപരമായി നമുക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളല്ല ഇതൊന്നും. പക്ഷെ അദ്ദേഹം നിരവധി തവണയായിട്ട് ബ്രാഞ്ച് യോഗങ്ങളിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ ബ്രാഞ്ച് യോഗം ചേർന്നപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർച്ചയായി ഒരു പാർട്ടി മെമ്പർക്ക് പാർട്ടി ബ്രാഞ്ച് യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കാനാവില്ല. അതേസമയം മാർച്ച് 5-ന് പാലക്കാട് CPM അസംതൃപ്തർ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഈ കൺവെൻഷനിൽ PK ശശി പങ്കെടുക്കുമോ എന്നുള്ളതാണ് പ്രധാനം. കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടി വിട്ട് UDF-മായി സഹകരിച്ച് പ്രവർത്തിച്ച CPM നേതാക്കളാണ് നേതൃത്വം നൽകുന്നത്. അതിൽ ശശി പങ്കെടുത്താൽ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാകും അല്ലേ? തീർച്ചയായും KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചെങ്കിൽ പോലും എന്താണ് തന്റെ രാഷ്ട്രീയ നിലപാട് എന്നത് കൃത്യമായി വിശദീകരിക്കാതിരിക്കുകയാണ് PK ശശി. ഒപ്പം UDF-ലേക്ക് പോകുമോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേരുമോ എന്ന കാര്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി നൽകുന്നില്ല. താൻ ഒരു മാർക്സിസ്റ്റ് ആണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല എന്നതടക്കം, അതായത് ഭാവിയിലേക്ക് ചില സൂചനകൾ നൽകി അദ്ദേഹം സംസാരിക്കുന്നുമുണ്ട്. എന്തായാലും നേരിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. CPM അസംതൃപ്തർ ഒന്നു ചേർന്നൊരു കൂട്ടായ്മയായി മാറുന്നു. ആ കൂട്ടായ്മ പിന്നീട് UDF-ന്റെ ഭാഗമായി മാറും എന്നിങ്ങനെയാണ് ആ ഫോമിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മാർച്ച് 5-ന് ചന്ദ്രഗിരി നഗറിലെ ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത്തരമൊരു കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. കൊഴിഞ്ഞാമ്പാറയിൽ വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്ന ഒരിടമാണ്. അവിടെ പാർട്ടി വിട്ട് UDF-മായി സഹകരിച്ച മുൻ CPM നേതാക്കളുണ്ട്. അവരൊക്കെ ഒത്തുചേർന്നാണ് ഒരു പുതിയ പ്ലാറ്റ്ഫോമിന് രൂപം നൽകാൻ ഒരുങ്ങുന്നത്. ആ കൺവെൻഷനിലേക്ക് PK ശശിയെ എത്തിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഇതിന് ശേഷം ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ പുതിയ പ്ലാറ്റ്ഫോമിന് UDF-ന്റെ ഒരു ഘടകകക്ഷിയായി മാറാൻ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായി മാറുകയും PK ശശിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് നൽകുകയും ചെയ്യുക എന്ന രീതിയിലേക്കാണ് മാറുന്നത്. നേരത്തെ നമുക്കറിയാം വടകരയിൽ RMP രൂപീകൃതമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു വലിയ ശക്തിയായി മാറുകയും KK രമ അവിടെ MLA ആയി തുടരുകയും ചെയ്യുന്നു. ഒപ്പം പ്രാദേശിക തലത്തിലും നിരവധി ഇടങ്ങളിൽ ഭരണം പിടിക്കാനും RMPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു രീതിയിലുള്ള സംവിധാനത്തെ കുറിച്ചാണ് ഇപ്പോൾ ആലോചനകൾ പുരോഗമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.